ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനും ആച്ചും കൂടിയിട്ട് ആച്ചുവിൻ്റെ സ്കൂളിലേക്ക് ആദ്യമായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. എവിടേക്കാണ്? നോക്കിയ ആച്ചുൻ്റെ സ്കൂള് ഇഷ്ടമായ സ്കൂള് നോക്കിയേ, എന്താ? ഇതാണ് ഗൈസ് ആച്ചു പഠിക്കുന്ന സ്കൂള്. ഗവൺമെൻറ് HSS നന്ദിക്കര. 100 വർഷം പിന്നിട്ട ഒരു സ്കൂളാണിത്. അപ്പോൾ ഈ സ്കൂളിൽ 2 എൻട്രൻസ് ആണുള്ളത്. ഒന്ന് പഴയ ബിൽഡിങ്ങിൻ്റെ എൻട്രൻസ്, അതായത് നമ്മളിപ്പം കടന്നു വരുന്നത്. ഇനി ഒരു എൻട്രൻസ് ഉണ്ട്, അത് പുതിയ ബിൽഡിങ്ങിൻ്റെ ആണ്, അത് മറുവശത്താണുള്ളത്. അപ്പോൾ ആച്ചു ആദ്യമായിട്ട് സ്കൂൾ അങ്കണത്തിലേക്ക് കാലെടുത്തു വെച്ചു കേട്ടോ. സ്കൂൾ തുറന്നിട്ട് ഒരു ടേം അവസാനിച്ചു. എനിക്ക് ഇതുവരെയ്ക്കും മോനെ ഒന്ന് സ്കൂൾ കാണിക്കാനുള്ള അവസരം വന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് അതിനൊരു അവസരം കിട്ടിയത്. ബാഗും ഷൂവും ഒക്കെ ഇട്ട് വളരെയധികം സന്തോഷത്തോടു കൂടിയിട്ടാണ് കേട്ടോ ആച്ചു സ്കൂളിലേക്ക് നടന്നു വരുന്നത്. കൊറോണ എല്ലാം ഒന്ന് വേഗം അവസാനിച്ചിട്ട് വേണം ആച്ചുവിന് ഈ സ്കൂൾ അങ്കണത്തിൽ ഓടിക്കളിക്കാനായിട്ട്. അങ്ങനൊരു അവസരം പെട്ടെന്ന് തന്നെ ഉണ്ടാവട്ടെ എന്ന് ഞാൻ സർവീശ്വരനോട് പ്രാർത്ഥിക്കുകയാണ്. നമ്മളിപ്പം നടന്നു പോകുന്നത് പുതിയ ബിൽഡിങ്ങിൻ്റെ എൻട്രൻസിലേക്കാണ് കേട്ടോ. നമ്മളിപ്പോൾ എവിടെയുള്ള ആച്ചു? സ്കൂൾ ഇഷ്ടമായ? ഭംഗിയുണ്ടോ കാണാൻ? ഇവിടെ പഠിക്കണ ആച്ചുന്? ആച്ചുവിന് ഭയങ്കര സന്തോഷമായിട്ടോ. ആള് ഭയങ്കര എക്സൈറ്റഡ് ആണ്, ഓടി നടക്കുകയാണ് അവിടെ ബാഗൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഈ സ്കൂളിൽ വന്നപ്പം എനിക്ക് ഈ ബിൽഡിങ്ങും അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ കണ്ടപ്പം വളരെയധികം അത്ഭുതവും സന്തോഷമാണ് ഉണ്ടായത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ദുബായിൽ ഒരു ഇൻ്റർനാഷണൽ സ്കൂളിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, ഹാബിറ്റാറ്റ് ഇൻ്റർനാഷണൽ സ്കൂൾ. അപ്പം ഏകദേശം ആ ഒരു സ്കൂളിനോട് കിടപിടിക്കുന്ന രീതിയിൽ തന്നെയാണ് നമ്മുടെ ഈ സ്കൂളിൻ്റെ കൺസ്ട്രക്ഷൻ വന്നിട്ടുള്ളത്. വിദ്യാഭ്യാസ സമത്വം, തുല്യതയും പണക്കാരുടെ മക്കളെന്നോ പാവപ്പെട്ടവരുടെ മക്കളെന്നോ ഇല്ലാതെ എല്ലാ കുട്ടികൾക്കും ഒരേ രീതിയിൽ തന്നെ കിട്ടുന്നുണ്ടല്ലോ. വളരെയധികം സന്തോഷവും അഭിമാനവുമാണ് എനിക്ക് തോന്നിയത്. സാധാരണക്കാരുടെ മക്കൾക്ക് പോലും ഹൈടെക് ഡിജിറ്റൽ ക്ലാസ് റൂമിലിരുന്ന് പഠിക്കാൻ പറ്റുക എന്നുള്ളത്, അതും ഒരു ഫീസ് പോലും കൊടുക്കാതെ, പ്രശംസനീയമാണ് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് കൊടുക്കുന്ന പ്രാധാന്യം. നമ്മുടെ നാട്ടിലെ തന്നെ പ്രശസ്തമായ 1-2 CBSE സ്കൂളുകളിലും പഠിപ്പിക്കാനുള്ളൊരു അവസരം എനിക്ക് ഉണ്ടായിട്ടുണ്ട്, ശ്രീഗോകുലം പബ്ലിക് സ്കൂൾ പോലെയുള്ള സ്കൂളുകളിൽ. അപ്പം അവിടെയുള്ള അതേ സൗകര്യം തന്നെയാണ് നമ്മുടെ ഈ ഒരു ഗവൺമെൻറ് സ്കൂളിലും ഉള്ളത് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ പ്രശംസനീയമാണ്. ഇത്തരം സൗകര്യങ്ങൾ ഒരുക്കി തന്ന നമ്മുടെ ഗവൺമെൻറ്റിനോട് നന്ദി പറയാണ് ഞാൻ. ഈ വർഷത്തെ പ്രവേശനോത്സവത്തിൻ്റെ അന്നാണ് ഈ പുതിയ ബിൽഡിങ്ങിൻ്റെ ഇനോഗ്രേഷൻ നടന്നത്. അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ കുട്ടികൾക്ക് ഈ ഒരു ബിൽഡിങ്ങിൽ നിന്ന് പഠിക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല. എത്രയും പെട്ടെന്ന് തന്നെ അതിനുള്ള അവസരം ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നമ്മളിപ്പോൾ ഉള്ളത് കുട്ടികളുടെ പ്ലേ ഏരിയയിലാണ്. ഇന്നലെയാണ് ഈ ഏരിയയുടെ ഉദ്ഘാടനം കഴിഞ്ഞത്. ഞാൻ വീഡിയോ എടുക്കാനുള്ള അനുവാദം HMനോട് ചോദിച്ചപ്പം ടീച്ചർ പറഞ്ഞു ഇന്നലെ പ്ലേ ഏരിയയുടെ ഉദ്ഘാടനം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, അവിടെ പോയിട്ട് വീഡിയോ എടുത്തോളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല സപ്പോർട്ടാണ് HM തന്നത്. ആച്ചുവിൻ്റെ ക്ലാസ് ടീച്ചറെ കാണാനും കൂടിയാണ് ഞങ്ങൾ പോയത്. പക്ഷേ നിർഭാഗ്യവശാൽ ടീച്ചറെ കാണാൻ പറ്റിയില്ല. പൂജവയ്ക്കലിൻ്റെ അവധിയായിരുന്നു ടീച്ചേഴ്സിന്. ഇപ്പോൾ വീണ്ടും സ്കൂൾ തുറക്കാൻ പോവല്ലേ, അപ്പം അതിന് മുന്നോടിയായിട്ട് സ്കൂൾ വൃത്തിയാക്കുന്ന ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ ബഹുമാനപ്പെട്ട മുൻ വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ C രവീന്ദ്രനാഥൻ മാഷിൻ്റെ ദീർഘവീക്ഷണത്തോട് കൂടിയിട്ടുള്ളൊരു ബിൽഡിംഗ് കൺസ്ട്രക്ഷനാണ് നമ്മുടെ ഈ സ്കൂള്. അദ്ദേഹത്തിൻ്റെ പേര് സ്കൂൾ ബസ്സുമേ എഴുതിയിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടുള്ളൊരു ഗാർഡൻ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത്ര മനോഹരമായ ഈ ഗാർഡനും ഈ ടൈൽസ് വിരിച്ച മുറ്റവും കാണുമ്പോൾ ഇതൊരു ഗവൺമെൻറ് സ്കൂളാണ് എന്ന് ചിന്തിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല സത്യം പറഞ്ഞാൽ. ഇനി സ്കൂൾ തുറന്ന് കുട്ടികൾ വരുമ്പം ഈ പൂന്തോട്ടവും ഈ ക്ലാസ് റൂമുകളും ഇതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുമെന്ന് നമുക്ക് വിചാരിക്കാം.
പെൻസിൽ കൊണ്ടൊരു പോറൽ പോലും ചുമരുകളിൽ ഏൽപ്പിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാനായിട്ടുള്ളൊരു ഇൻസ്ട്രക്ഷൻ നമ്മൾ അവർക്ക് കൊടുക്കണം. നമുക്ക് കിട്ടിയിട്ടുള്ളൊരു നേട്ടമാണ് ഈ സ്കൂള്. അപ്പോൾ അത് അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ എല്ലാവരും ശ്രമിക്കണം. ആച്ചുന് വളരെയധികം സന്തോഷമായി. അവൻ ഓടിക്കളിക്കുകയാണ് കേട്ടോ സ്കൂൾ മുറ്റത്ത്. ഒരു വിഷമമുണ്ട്, കാരണം ആച്ചുന് ക്ലാസ് ടീച്ചറിനെ കാണാൻ പറ്റിയില്ല. രമ്യ ടീച്ചർ ഇന്ന് അവധി ആയതുകൊണ്ട് സ്കൂളിൽ എത്തിയിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു വിഷമമുണ്ട് ആൾക്ക്. ടീച്ചർ കൊടുക്കാൻ വേണ്ടിയിട്ട് പപ്പ കൊണ്ടുവന്ന മിഠായി ഒക്കെ ബാഗിലിട്ടിട്ടാണ് ആൾ വന്നത്. ഈ സ്കൂളിലെ അധ്യാപകരുടെ കാര്യം പറയാതിരിക്കാൻ വയ്യ കേട്ടോ. ഭയങ്കര സിൻസിയറാണ് അവർ. സാധാരണ വൈകിട്ട് 7 മണിക്കാണ് ആച്ചുൻ്റെ ക്ലാസ്. പക്ഷേ ഇന്ന് വൈകുന്നേരം പൂജ വയ്ക്കുന്നത് ആയതുകൊണ്ട് തന്നെ രാവിലെയാണ് ഇന്ന് ആച്ചുന് ക്ലാസ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത്രയും സിൻസിയറാണ് അവർ. ഒരു ക്ലാസ് പോലും കുട്ടികൾക്ക് മിസ്സാക്കാറില്ല. LKG കുട്ടിയാണെങ്കിൽ പോലും ശനിയാഴ്ചകളിൽ വരെ ക്ലാസ് എടുക്കുന്നുണ്ട്. അതൊരു ബേർഡൻ അല്ല കേട്ടോ. അവർ എൻജോയ് ചെയ്തിട്ട് തന്നെയാണ് ക്ലാസ്സുകളെല്ലാം കേൾക്കുന്നത്. സ്കൂളിലെ ക്ലാസ്സുകൾ നടക്കുന്നില്ലെങ്കിലും കുട്ടികളെല്ലാം തന്നെ ഫുള്ളി എൻഗേജ്ഡ് ആണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്.